ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. പയങ്കുളം ഉന്നത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല മഹോത്സവത്തിനും സമാപനം കുറിച്ചു. മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന പാഞ്ഞാൾ പഞ്ചായത്തിലെ പയങ്കുളം ശ്രീ ഉന്നത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല മഹോത്സവത്തിനും സമാപനം കുറിച്ചു. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് പ്രത്യേക പൂജാവിധികൾ നടത്തിയിരുന്നത്. വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ 25-ന് എന്നിവ നടന്നു. തുടർന്ന് പൊങ്കാല സമർപ്പണത്തിനായി നൂറുകണക്കിന് സ്ത്രീകൾ ക്ഷേത്രത്തിലെത്തി. ഇഷ്ടികകൾ കൊണ്ട് ഉണ്ടാക്കിയ അടുപ്പിൽ മൺപാത്രത്തിൽ ഉണങ്ങലരി വെള്ളത്തിലിട്ടതിനു ശേഷം ക്ഷേത്രപൂജാരി വന്ന തീ കൊളുത്തിയതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് മൺചട്ടിയിൽ നിന്ന് ആദ്യം തിളച്ചുമറിഞ്ഞ പത പുറത്തു വന്നതോടെ നാമജപം ചൊല്ലി ഭക്തർ കൈകൂപ്പി നിന്ന് തൊഴുത് ഇതോടെ ഒരു വർഷത്തെ പാപങ്ങളെല്ലാം പോയി എന്നാണ് ഐതിഹ്യം പറയുന്നത്. തുടർന്ന് ശർക്കരയും നെയ്യും മറ്റും ഉപയോഗിച്ച് പായസം റെഡിയാക്കിയതിനു ശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. വൈകിട്ട് 5 മണിക്ക് മേളത്തിന്റെയും താലത്തിന്റെയും തിറയുടെയും അകമ്പടിയോടുകൂടി ദേവിമാർ തട്ടകത്തി ജനങ്ങളെ കാണാനായി ഗ്രാമപ്രദർശനം ചെയ്തു. വരുന്ന എല്ലാ ഭക്തർക്കും 3 ദിവസം 3 നേരം എല്ലാവിധ ഭക്ഷണ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ക്ഷേത്രം പ്രസിഡന്റ് MP രാജേഷ്, സെക്രട്ടറി MS സജയകുമാർ, ട്രഷറർ സുബ്രഹ്മണ്യൻ, രക്ഷാധികാരി TT ഗോപാലകൃഷ്ണൻ എന്നിവർ പറഞ്ഞു. പയങ്കുളം ശ്രീ ഉന്നത്തൂർ കാവിലെ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല മഹോത്സവവും 7, 8, 9 തീയതികളിൽ കാർമികൻ ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 7-ാം തീയതി കുട്ടികളുടെ ഡാൻസും മറ്റു പരിപാടികളും, 8-ാം തീയതി നാടൻ പാട്ടും പൂജാതി കർമ്മങ്ങളും, 9-ാം തീയതിയായ ഇന്ന് അമ്പലത്തിലെ പൂജാതി കർമ്മങ്ങളും അതോടുകൂടെ പൊങ്കാല സമർപ്പണവും നടന്നു. വൈകുന്നേരം 4 മണിക്ക് ലളിതാ സഹസ്രനാമവും അതിനുശേഷം 5 മണിക്ക് ഗ്രാമപ്രദക്ഷിണവും നടക്കുന്നതാണ്. ശ്രീ ഉന്നത്തൂർ കാവിലമ്മേ ശരണം. ഉച്ചയ്ക്ക് അന്നദാനം കൂടി ഉണ്ടായിരിക്കുന്നതാണ്. 3 ദിവസമായി അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.